ഹായ്, നിക്കിത റബിലാണ്. ഇന്ന് ഞാൻ അജിയോന്ന് ഒരു 2-3 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. അതൊരു ഗ്രേപ്പ് വൈൻ്റെ ഒരു കളറായിട്ടാണ് തോന്നുന്നത്. സ്ലീവിൻ്റെ മേലേക്കൊരു ചെറിയൊരു ഗോൾഡൻ കളറിലുള്ളൊരു ലേസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഔട്ട്ഫിറ്റ് വരുന്നത് 600ൻ്റെ ഉള്ളിലാണ്, അണ്ടർ 600 ആണ്. ആൻഡ് ദെൻ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് 500 രൂപേൻ്റെ താഴെയാണ് ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ്. എൻ്റെ കറക്റ്റ് സൈസാണ്. ഞാൻ മീഡിയം സൈസിലാണ് വാങ്ങിക്കാറുള്ളത്. കണ്ടോ, ഈ സ്ലീവിൻ്റെ താഴെ ഒരു നല്ലൊരു കോട്ടൺ ത്രെഡ് കൊണ്ടിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. അതുപോലെ അത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തും സ്ലിറ്റിൻ്റെ സൈഡിലുമൊക്കെ വരുന്നുണ്ട്. ഒരു പീച്ച് കളറിലാണ് വരുന്നത്. ദുപ്പട്ട ഉണ്ട്, പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. അപ്പം ദുപ്പട്ട അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. കറക്റ്റ് സൈസും പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. പിന്നെ ഞാൻ മിക്കവാറും ഇങ്ങനെ ഒരു സൽവാർ സെറ്റൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പല തരത്തിലൊക്കെ ഷോളൊക്കെ എന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ വരുന്നത് ബോട്ടമിന് ഒരു സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട്. വൺ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഷോളിൻ്റെ മേലെ ഉള്ള അതേ പ്രിൻ്റ് തന്നെയാണ് നമുക്ക് ബോട്ടം വരുന്നത്. സെയിം ഷോൾ എങ്ങനെയാണോ അതേ പ്രിൻറ്റഡ് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. പിന്നെ മോന് വളരെ ഇഷ്ടപ്പെട്ട, മോനും ഈ ഒരു അവൻ വെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവന് എന്നെ പിടിച്ച് തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറിലാണ്. അതിൻ്റെ കളർ എന്താ എനിക്കത്ര അറിയില്ല. ഒരു മെറൂൺ ഓറഞ്ച് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഓറഞ്ച് അല്ല. ഒരു കളറ് എനിക്ക് പറയാൻ അത്ര അറിയില്ല. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്, വിത്ത് സ്ലീവ് അല്ല. നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള പോർഷനൊന്നുമില്ല. കംപ്ലീറ്റ്ലി സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. അതൊരു എയർലൈൻ കുർത്തീൻ്റെ ഒരു മോഡലിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലൊരു പ്ലീറ്റഡ് പോലെ വന്നിട്ടുണ്ട്. സ്ലിറ്റ് 2 സൈഡിലും സ്ലിറ്റ് അവൈലബിൾ ആണ്. കണ്ടോ, എയർലൈൻ പോലെയുള്ള നല്ലൊരു സെറ്റാണ്. ഈ ഒരു സെറ്റിൽ ബോട്ടം ആൻഡ് ടോപ്പ് വരുന്നത് സെയിം കളറാണ്, ഒരു കോഡ് സെറ്റ് പോലെ. ദുപ്പട്ട അവൈലബിൾ അല്ല. പിന്നെ സൈഡ് പോക്കറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റിന് വരുന്നത് 541 തോന്നുന്നുണ്ട്. 541 or 507, ജസ്റ്റ് എനിക്ക് മറന്നുപോയി. എന്തായാലും 541 507ൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതും സെയിം ബോട്ടം ആൻഡ് ടോപ്പ് സെയിം ഒരേ കളറാണ് വരുന്നത്. ഒരു ഗ്രേപ്പ് വൈൻ കളർ പോലെയാണ്. പിന്നെ ഇതിന് ഞാൻ പോക്കറ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. പോക്കറ്റ് ഇല്ല. അതായത് ബോട്ടം സെയിം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ മേലെ പ്രിൻ്റഡ് ആണ്. ആ പ്രിൻറ്റിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗോൾഡൻ ഒരു പെയിൻറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇല്ലാത്ത ഒരു നല്ലൊരു കളറാണ്. പിന്നെ ഈ ഒരു പ്രിൻ്റല്ല, അത് എന്താ പറയുക, എംബ്രോയ്ഡറിയാണ്. ത്രെഡ് വർക്കാണ് അത് വരുന്നത്. ബോട്ടത്തിൻ്റെ മേലെ ഒരു സൈഡിലും പിന്നെ താഴെയായിട്ട്, ബോട്ടം അല്ല കേട്ടോ, ടോപ്പിൻ്റെ മേലെ. അപ്പോൾ പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഇത് എംബ്രോയ്ഡറി വരുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ ദുപ്പട്ട വെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇട്ട് നോക്കിയതാണ്. ഇതുതന്നെയാണ്, കണ്ടോ, സെയിം എംബ്രോയ്ഡറി തന്നെയാണ് ത്രെഡ് വർക്ക് ഈ ഒരു ടോപ്പിൻ്റെ താഴെ വരുന്നത്. ഇപ്പം ഷോളാണെങ്കിലും ദുപ്പട്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, ഒരു ഗോൾഡൻ പെയിൻ്റൊക്കെ അതിൻ്റെ മേലെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റാണ് ദുപ്പട്ട വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്കിത റബിൽ.